കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ ഓഡിറ്റിംഗ് പ്രീവിയസ് ഇയർ MCQ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അവസാന ക്ലാസ്സിൽ ഇൻറ്റേർണൽ കൺട്രോൾ ഇൻറ്റേർണൽ ചെക്ക് എന്ന 10ാമത്തെ മൊഡ്യൂളിലെ ഓഡിറ്റിങ്ങിൻ്റെ 10 മാർക്കിനുള്ള മൊഡ്യൂളായിരുന്നത്. ആ ഭാഗത്ത് നിന്ന് വന്ന കഴിഞ്ഞ വർഷങ്ങളിൽ CA ഇൻ്റർ, കേരള PSC, UGC നെറ്റ് തുടങ്ങിയ എക്സാമിന് മാത്രം ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭ്യമാണ്. നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിലും. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അവസാന ക്ലാസ്സിൽ നമ്മൾ 2 പോയിൻ്റായിരുന്നു പറഞ്ഞത്. ഇൻറ്റേർണൽ കൺട്രോൾ, ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ കൺട്രോളാണ് ബ്രോഡ് ടേം, ഇൻറ്റേർണൽ ചെക്ക് അതിൻ്റെ പാർട്ടാണ്, നാരോ ടേമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് പോളിസി, പ്രൊസീജിയർ, എൻവയോൺമെൻറ്റൽ മോണിറ്ററിങ്, ഓർഗനൈസേഷൻ സെറ്റപ്പാണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. എങ്കിൽ ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഡേ ടു ഡേ ക്രോസ് ചെക്കിംഗ് ആണ്. ഒരു എംപ്ലോയി ചെയ്ത ജോലി വേറെ ഒരാൾ ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയാം. ഒബ്ജക്റ്റീവിലും അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യ ക്വസ്റ്റ്യന് PSC 2021 ചോദിച്ചതാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയ ഭാഗമാണത്. ലിമിറ്റേഷൻസ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ. അതേ പോയിന്റ് തന്നെയാണ് ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹ്യൂമൻ എറർ ഒരു ലിമിറ്റേഷനാണ്. കൊളൂഷൻ ഒരു ലിമിറ്റേഷനാണ് അല്ലെങ്കിൽ പറഞ്ഞിരുന്നു. മാനേജ്മെൻറ്റ് ഓവർറൈഡ് മറ്റൊരു ലിമിറ്റേഷനാണ്. മാത്തമാറ്റിക്കൽ ആക്യുറസി എന്നതാണ് ഇവിടുത്തെ ആൻസർ. കാരണം ഇൻറ്റേർണൽ ചെക്ക് ഒരു ക്രോസ് ചെക്കിംഗ് അല്ല, ഇൻറ്റേർണൽ കൺട്രോൾ ഒരു ക്രോസ് ചെക്കിംഗ് അല്ല, അത് ഇൻറ്റേർണൽ ചെക്കാണ്. അതൊരു ബ്രോഡ് ടേമാണ് ഇൻറ്റേർണൽ കൺട്രോൾ. ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി, അവിടുത്തെ അസറ്റുകൾക്ക് സേഫ്റ്റി, കംപ്ലൈൻസ്, അതായത് ലോ, പോളിസീസ്, കംപ്ലൈൻസ് എന്നൊക്കെയാണ് ഇൻറ്റേർണൽ കൺട്രോൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ UGC നെറ്റ് 2000 ഡിസംബറിൽ വെച്ചാണ്. 2020 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻറ്റേർണൽ ചെക്ക് ഈസ് എ പാർട്ട് ഓഫ്, നമ്മൾ ആദ്യമേ പറഞ്ഞു ഇൻറ്റേർണൽ ചെക്ക് ഈസ് ദ പാർട്ട് ഓഫ്. അത് ഇൻറ്റേർണൽ ഓഡിറ്റിൻ്റെ ഭാഗമല്ല, ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ ബ്രോഡ് ടേം ആണ്. ഇറ്റ് കവർ ദ എൻറ്റയർ സിസ്റ്റം. അതാണ് ഇൻറ്റേർണൽ കൺട്രോൾ. അതിന് എക്സാമ്പിളൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എക്സ്റ്റേണൽ ഓഡിറ്റ് ഭാഗം ഒന്നുമല്ല. അപ്പോൾ ശരിയായ ആൻസർ B ഓപ്ഷനാണ്, ഇൻറ്റേർണൽ കൺട്രോൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2019 മെയ് CA ഇൻ്ററിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് കൺട്രോൾ ആക്ടിവിറ്റി റിലേറ്റ്സ് ടു അസസിങ് റെസ്പോൺസിബിലിറ്റി സോ ദാറ്റ് one person handle all aspects of a transaction? Which control activity related to assessing responsibilities? ഓരോ ആളുകളുടെ ഉത്തരവാദിത്തം അസസ് ചെയ്യുക, ആ ഒരു കൺട്രോളിങ് ആക്ടിവിറ്റി. സോ ദാറ്റ് one person handle all aspect of a transaction. ഒരാൾ എല്ലാം ചെയ്യുന്നില്ല, ഡ്യൂട്ടികൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞൊരു പോയിന്റ് പറഞ്ഞിരുന്നു ഇൻറ്റേർണൽ കൺട്രോളിൽ. അത് ഫിസിക്കൽ കൺട്രോൾ അല്ല, സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്. എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഓഫ് ഡ്യൂട്ടീസ്. ഒരു ജോലി വ്യത്യസ്ത ആളുകളാണ് ചെയ്യുന്നത്. എല്ലാം കൂടെ ഒരാൾക്ക് ചെയ്യാവുന്നതേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് ചെയ്യൂല. അത് ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഭാഗമാണ്. എക്സാമ്പിൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ ചെയ്യുള്ളൂ, റെസിപ്റ്റും പേയ്മെൻറ്റും. ആ റെസിപ്റ്റ് ചെയ്ത ക്യാഷ് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് വേറൊരു സ്റ്റാഫായിരിക്കും. അത് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്നത് അക്കൗണ്ടൻറ്റ്, അത് വേറൊരാളായിരിക്കും. ഇതൊരു സിമ്പിൾ എക്സാമ്പിളാണ്. ഇതുപോലെ ഓരോ ആക്ടിവിറ്റീസും പല ആളുകളിലൂടെ ചെയ്യുന്നത്. അതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, എന്താ പറയുക, അത് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടാണ്, അത് ഒരു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ശരിയ ആൻസർ സെഗ്രിഗേഷൻ ഓഫ് ഡ്യൂട്ടീസ് ആണ്. ഇൻഡിപെൻഡൻറ്റ് ചെക്കോ ഓതറൈസേഷനോ ഒന്നുമല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരള PSC 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കണ്ടിന്യൂസ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ്. കണ്ടിന്യൂസ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് ഈസ് നോൺ ആസ്. കണ്ടിന്യൂസ് റിവ്യൂ ആയതുകൊണ്ട് അത് സാധ്യത എന്തിലേക്ക് നൽകും? ഇൻറ്റേർണൽ കൺട്രോളിൽ നിന്ന് പോകും. കാരണം അതൊരു സിസ്റ്റമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഒരു പോളിസി, പ്രൊസീജിയർ, ഓർഗനൈസേഷൻ സെറ്റപ്പാണ്. ഇവിടെ കണ്ടിന്യൂസ് റിവ്യൂ ശരിക്കും ചെയ്യുന്നത് ഇൻറ്റേർണൽ ചെക്ക് അല്ല, ഇൻറ്റേർണൽ
ഓഡിറ്റും അല്ല, ഇന്റേണൽ ഓഡിറ്റാണ്. കാരണം റിവ്യൂ നടത്തുന്നത്. ഇന്റേണൽ ചെക്ക് എന്ന് പറയുമ്പോൾ ഒരു ആൾ ചെയ്ത വർക്ക് വേറൊരാൾ ചെക്ക് ചെയ്യാണ്. അത് ഒരു ചെക്കിങ് മാത്രം, അതായത് ഇന്റേണൽ ചെക്കാണ്. ഇവിടെ റിവ്യൂ നടത്തുന്നുണ്ട്. അത് റിവ്യൂ ചെയ്യുമ്പോൾ റീസ്റ്റഡി ചെയ്യുന്നുണ്ട്, പുനഃപരിശോധിക്കുന്നുണ്ട്. അത് ശരിക്കും ഓഡിറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, കണ്ടിന്യൂസ് റിവ്യൂ ഓഫ് ഫിനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ആക്ടിവിറ്റീസ് നടക്കുന്നത്. ശരിയായ ആൻസർ ഇന്റേണൽ ഓഡിറ്റ് ആണ്. കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ശരിക്കും വായിച്ചില്ലെങ്കിൽ. റിവ്യൂ എന്ന വേർഡ് നോട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, UGC നെറ്റ് 2019 ജൂണിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് എ ഡിക്റ്റേറ്റീവ് കൺട്രോൾ? ഓതറൈസേഷൻ ഓഫ് ട്രാൻസാക്ഷൻ, ബാങ്ക് റീകൺസിലിയേഷൻ, പാസ്വേഡ് കൺട്രോൾ, ഫിസിക്കൽ സേഫ് ഗാർഡ്. ഇവിടെ ഡിറ്റക്റ്റീവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ റീകൺസിലിയേഷനൊക്കെ പോവാം. റീകൺസിലിയേഷൻ്റെ വേറെ സൂചിപ്പിക്കുന്ന വേറെ പേരും കൂടിയാണ് ഡിറ്റക്റ്റീവ്. ഇപ്പോൾ വിച്ച് വൺ ഈസ് എ ഡിറ്റക്റ്റീവ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ബാങ്ക് റീകൺസിലിയേഷനാണ്. എന്ന് പറഞ്ഞാൽ സ്ഥാപനത്തിൻ്റെ ബാലൻസും ബാങ്ക് ബാലൻസും ക്യാഷ് ബാലൻസും രണ്ട് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ആ വ്യത്യാസം വെച്ചിട്ട് എന്തിന് എററോ അല്ലെങ്കിൽ ഫ്രോഡിനോ ചാൻസ് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് അവിടെ രണ്ട് ബാലൻസ് ഒത്തു വരാൻ വേണ്ടിയിട്ട് ബാങ്ക് റീകൺസിലിയേഷൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഡിറ്റക്റ്റീവ് കൺട്രോളിൻ്റെ ഭാഗമാണ് ബാങ്ക് റീകൺസിലിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ഈസ്. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സേഫ് ഗാർഡ് അസറ്റ്, എൻഷ്യൂർ എഫിഷ്യൻസി, കംപ്ലയൻസ്. എന്തിൻ്റെ കംപ്ലയൻസ്? ലോ ആൻഡ് പോളിസീസ്. അതൊക്കെ ഒത്തുപോകുന്നില്ലേ എന്ന് ഉറപ്പുവരുത്തൽ ഇൻറ്റേർണൽ കൺട്രോളാണ്. നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ അതെന്താണ്? പ്രിവെൻറ്റ് ഫ്രോഡ്, തീർച്ചയായിട്ടും ഒരു ഒബ്ജക്റ്റീവ് അത് തന്നെയാണ്. ഡിറ്റക്റ്റ് എറേഴ്സ്, അതും ഒരു ഒബ്ജക്റ്റീവാണ്. സേഫ് ഗാർഡ് അസറ്റ്, അതും ഒബ്ജക്റ്റീവാണ്. അപ്പോൾ ആൾ ഓഫ് ദി അബോവ് ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ. CA ഇൻ്റർ 2018 നവംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേരള PSC 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ദ പേഴ്സൺ ഹൂ പ്രിപ്പയർ ബാങ്ക് റീകൺസിലിയേഷൻ ഷുഡ് ബി. ആരാണ് ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ടത്? അത് ബാങ്ക് അല്ലെങ്കിൽ ക്യാഷുമായിട്ട് ഡിപ്പെൻഡ് ആവാത്ത തികച്ചും വേറൊരാളാണ് ചെയ്യേണ്ടത്. അത് കാഷ്യർ അല്ല, അക്കൗണ്ടൻ്റ് അല്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാഷ് ഹാൻഡിലിംഗ്. ക്യാഷ് ഹാൻഡിൽ ചെയ്യുന്ന ആളല്ല, അയാളുമായി ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുമല്ല, ഇൻഡിപെൻഡൻറ്റ് ഓഫ് ക്യാഷ് ഹാൻഡിലാണ് അത് ചെയ്യേണ്ടത്, സ്റ്റോർ കീപ്പറും അല്ല. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, UGC നെറ്റ് 2018 ഡിസംബറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദി ഫ്ലോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ? താഴെ പറയുന്നതിൽ ഏതാണ് ഒരു ഇൻറ്റേർണൽ കൺട്രോൾ ടൈപ്പ് അല്ലാത്തത്? അത് പ്രിവെൻറ്റീവ് ആണോ, ഡിറ്റക്റ്റീവ് ആണോ, കറക്റ്റീവ് ആണോ, സെലക്റ്റീവ് ആണോ? നോട്ട് എ ടൈപ്പ് ഓഫ് ഇൻറ്റേർണൽ കൺട്രോൾ ആണ്. അത് ഇൻറ്റേർണൽ കൺട്രോൾ പ്രിവെൻറ്റീവ് ആണ്, ഡിറ്റക്റ്റീവ് ആണ്, കറക്റ്റീവ് ആണ്. ഒരിക്കലും അതെന്താവില്ല, സെലക്റ്റീവ് ആവില്ല. ശരിയായ ആൻസർ ഇവിടെ സെലക്റ്റീവ് ആണ്. ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, CA ഇൻ്റർ മെയ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ. ഇൻറ്റേർണൽ കൺട്രോൾ പ്രൊവൈഡ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അത് എന്താ പറയുക, ഒരു സെറ്റ് ഓഫ് പോളിസി പ്രൊസീജിയേഴ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ ഫോളോ ചെയ്യൽ? ഓപ്ഷൻസ് നോക്കാം. അബ്സല്യൂട്ട് അഷുറൻസ് ആണോ, റീസണബിൾ അഷുറൻസ് ആണോ? അബ്സല്യൂട്ടെന്നും റീസണബിളും രണ്ടും വ്യത്യാസമുണ്ട്. അബ്സല്യൂട്ട് എന്ന് പറയുമ്പോൾ 100% ആക്യുറേറ്റ് എന്നാണ് പറയുന്നത്. റീസണബിൾ എന്ന് പറയുമ്പോൾ ഹൈലി ആക്യുറേറ്റ് എന്നേ ഉള്ളൂ, 100% പറയുന്നില്ല. ഇൻറ്റേർണൽ കൺട്രോളിൻ്റെ ലിമിറ്റേഷൻ സൂചിപ്പിച്ചതാണ്. ഇത് ഒരു സൊല്യൂഷൻ അല്ല, ഇതിന് പരിമിതികളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇതൊരിക്കലും എന്താവില്ല, അബ്സല്യൂട്ട് അഷുറൻസ് ആവില്ല. അബ്സല്യൂട്ട് അഷുറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും 100% സെർട്ടനിറ്റി, 100% ഉറപ്പായ കാര്യങ്ങളാണ്. അതായത് 100% അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ഫ്രീ, എറർ ഫ്രീ ആണ്, ഫ്രോഡ് ഇല്ലാത്തതാണ്. അതൊരിക്കലും അവിടെ തന്നെ അതിനൊരു പോസിബിലിറ്റി ഇല്ലാത്തതാണ്. ആ രീതിയിൽ അത് ചെക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കുന്ന ടേമാണ് അബ്സല്യൂട്ട് അഷുറൻസ്. പക്ഷെ അതൊരിക്കലും അത് 100% ഓക്കെ ആവില്ല ഇൻറ്റേർണൽ കൺട്രോൾ. പക്ഷേ എന്താകാം, റീസണബിൾ അഷുറൻസ് ആവാം. റീസണബിൾ അഷുറൻസ് എന്ന് പറയുമ്പോൾ അതെന്തല്ല, അബ്സല്യൂട്ട് അല്ല, ബട്ട് റീസണബിൾ ആണ്. എ ഹൈ ബട്ട് നോട്ട് അബ്സല്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലെവൽ ഓഫ് കോൺഫിഡൻസ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ, പിന്നെ മെറ്റീരിയൽ, അതൊക്കെ ഏറെക്കുറെ എന്തായിരിക്കും, എറർ ഫ്രീ ആയിരിക്കും, ഫ്രോഡിൽ ചാൻസ് ഇല്ല എന്ന് പറയുന്ന ഒരു ടേമാണ് റീസണബിൾ. അതുകൊണ്ട് തന്നെ
ഇവിടുത്തെ ശരിയായ ആൻസർ റീസണബിൾ അഷ്വറൻസ് ആണ്. പിന്നെ 10ാമത്തെ ക്വസ്റ്റ്യൻ കേരള PSC 2018. The arrangement of duties where the work of one person is checked by another. ഇത് നമ്മൾ പറയുന്ന ഇൻറ്റേർണൽ ചെക്കിൻ്റെ മീനിങ് അതുപോലെ എടുത്തു വെച്ചതാണ്. അപ്പോൾ അത് ഇൻറ്റേർണൽ കൺട്രോൾ ആവില്ല, ഇൻറ്റേർണൽ ഓഡിറ്റ് ആവില്ല, ഇൻറ്റേർണൽ ചെക്കാണ് അതിൻ്റെ ആൻസർ. അത് ടെസ്റ്റ് ചെക്കുമല്ല. അപ്പോൾ ശരിയായ ആൻസർ സി ആണ്, ഇൻറ്റേർണൽ ചെക്കാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ UGC നെറ്റ് ജൂൺ 2020 ചോദിച്ച വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ് അബൌട്ട് ഇൻറ്റേർണൽ ഓഡിറ്റ്. ഇൻറ്റേർണൽ ഓഡിറ്റുമായി ശരിയായ സെൻറ്റൻസ് ഏത് താഴെ പറയുന്നവിൽ? ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഓൾ ഓർഗനൈസേഷൻ. ഒരിക്കലും അല്ല, ഇത് കമ്പൽസറി അല്ല. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഫങ്ഷൻ. അതൊരു ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഫങ്ഷനാണ്, ഒരു സിസ്റ്റമാണ്, ഒരു പോളിസീസാണ്, പ്രൊസീജിയേഴ്സാണ്. പിന്നെ ഇൻറ്റേർണൽ ഓഡിറ്റാണ് ഇവിടുത്തെ ക്വസ്റ്റ്യന്. ഇൻറ്റേർണൽ ഓഡിറ്റ് എന്താണ്? ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഫങ്ഷനാണ്. കാരണം ഇൻറ്റേർണലി കമ്പനി നിയോഗിച്ച സ്റ്റാഫ് ചെയ്യുന്ന ഓഡിറ്റ് വർക്കാണ്. അതുകൊണ്ട് അത് ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഫങ്ഷൻ എന്ന് പറയാം. അതൊരു റിവ്യൂ കൂടിയാണ്. ഇറ്റ്സ് റിപ്ലേസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. ഒരിക്കലും ഇൻറ്റേർണൽ ഓഡിറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ റിപ്ലേസ് ചെയ്യുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ചെയ്താലും വർഷാവസാനം അത് സമയത്ത് അത് വരും. ആ സമയത്ത് ഇൻറ്റേർണൽ ഓഡിറ്റ് ഉള്ളതിനാൽ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റേഴ്സിൻ്റെ ഫങ്ഷനിൽ മാറ്റം വരും, കുറവ് വരും. അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പ് വരുത്താൻ പറ്റും. എന്തിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട്? ഇൻറ്റേർണൽ ഓഡിറ്റ് ഉള്ളതുകൊണ്ട്. അപ്പോൾ ഇവിടുത്തെ ശരിയായ ആൻസർ കറക്റ്റ്, ഇൻറ്റേർണൽ ഓഡിറ്റുമായി ബന്ധപ്പെട്ട കറക്റ്റ് ആൻസർ കൺഫ്യൂഷൻ ഇല്ലാതെ തന്നെ പറയാൻ പറ്റും. ഇറ്റ് ഈസ് ആൻ ഇൻഡിപെൻഡൻറ്റ് അപ്രൈസൽ ഫങ്ഷൻ. ഒരിക്കലും അത് കമ്പൽസറി അല്ല, ഒരിക്കലും അത് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിനെ റിപ്ലേസ് ചെയ്യുന്നുമില്ല. 12ാമത്തെ ക്വസ്റ്റ്യൻ CA Inter 2017 നവംബറിന് ചോദിച്ചാണ് വിച്ച് ഓഫ് ദി ഫ്ലോയിങ് ഈസ് എ എക്സാമ്പിൾ ഓഫ് പ്രിവെൻറ്റീവ് കൺട്രോൾ. പ്രിവെൻറ്റീവ് കൺട്രോളിന് എക്സാമ്പിൾ എന്താണ്? പ്രിവെൻറ്റീവ് കൺട്രോളാണ് ചെയ്യുന്നത്, പ്രിവെൻഷൻ കൺട്രോൾ. അത് സർപ്രൈസ് ക്യാഷ് ഓഡിറ്റ് ആണോ, അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലിയേഷൻ ആണോ, ക്രെഡിറ്റ് ലിമിറ്റ് ചെക്ക് ബിഫോർ സെയിൽ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ? ഇവിടെ പ്രിവെൻറ്റീവാണ്. എന്തോന്ന് പ്രിവെൻറ്റീവാണ്? വലിയ റിസ്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ക്രെഡിറ്റ് ലിമിറ്റ് ചെക്ക് ചെയ്യാണ് സെയിൽ നടക്കുന്ന സമയത്ത്. ക്രെഡിറ്റ് സെയിലായിരിക്കും നടക്കുക. അപ്പോൾ പാർട്ടിക്ക് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി എത്ര ക്രെഡിറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവരെ ലിമിറ്റ് 1 lakh ആണെങ്കിൽ നിലവിൽ 1,20,000, അതായത് 1 lakh ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി അവർക്ക് ക്രെഡിറ്റ് നൽകുക, സെയിൽസിൻ്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് നൽകുക എന്നത് എന്തല്ല, പ്രായോഗികമല്ല. കാരണം ലിമിറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രിവെൻറ്റീവ് കൺട്രോളാണ്. കാരണം ഇനി അത് റെക്ടിഫൈ ചെയ്തിട്ട് മതി, ഇനി അത് ക്യാഷ് അടച്ചിട്ട് മതി എന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ് ചെക്ക് ബിഫോർ സെയിൽ. 13ാമത്തെ ക്വസ്റ്റ്യനാണ് കേരള PSCയുടെ 2017 ചോദിച്ച ക്വസ്റ്റ്യനാണ് വിച്ച് ഓഫ് ദി ഫ്ലോയിങ് എൻഷ്യൂർ ദാറ്റ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ പീരിയഡ് ടു വിച്ച് ദേ ആർ റിലേറ്റഡ്. ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ദ പീരിയഡ് ടു വിച്ച് ദേ ആർ റിലേറ്റഡ്. നമ്മുടെ അക്കൗണ്ടിങ് ബേസിക് പ്രിൻസിപ്പിൾസുമായി കണക്ട് ചെയ്ത ക്വസ്റ്റ്യനാണ്. അത് അക്രൂവൽ കൺസെപ്റ്റ് ആണോ, റിയലൈസേഷൻ കൺസെപ്റ്റ് ആണോ, മാച്ചിങ് ആണോ, ഗോയിങ് കൺസേൺ ആണോ? മാച്ചിങ്ങും ഗോയിങ് കൺസേണും അല്ല എന്ന് നേരത്തെ ആദ്യമേ നമുക്ക് പറയാൻ പറ്റും. ട്രാൻസാക്ഷൻ ആർ റെക്കോർഡഡ് ഇൻ ദ പീരിയഡ് ആണ് ടു വിച്ച് ദേ ആർ റിലേറ്റ്. എന്നാണ് സംഭവിച്ചത് അതിൻ്റെ ബേസിലാണ്, അല്ലാതെ ക്യാഷ് കിട്ടിയോ എന്നതിൻ്റെ ബേസിലല്ല എന്ന ആ സെൻറ്റൻസിൽ ഒരിക്കലും മാച്ചിങ് കൺസെപ്റ്റോ ഗോയിങ് കൺസെപ്റ്റോ വരില്ല. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ അത് ഓർഗനൈസേഷൻ അവിടെ നിലനിൽക്കും, അത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഡയറക്ടർമാർ ഒരാൾ പോയി കഴിഞ്ഞാലോ ഓണർ ഇല്ലാതായി കഴിഞ്ഞാലോ അത് സ്ഥാപനം ഇല്ലാതാവുന്നില്ല എന്ന പ്രിൻസിപ്പിളാണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. മാച്ചിങ് എന്ന് പറയുമ്പോൾ റവന്യൂ എക്സ്പെൻസുകൾ മാച്ച് ആവണം എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഉണ്ടാക്കൽ അക്രൂവൽ കൺസെപ്റ്റ് ആണോ റിയലൈസേഷൻ കൺസെപ്റ്റ് ആണോ ആണ്. ഇന്നലെ ക്വറി വന്നിരുന്നു ഈ വിഷയത്തെ കുറിച്ചിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ DM ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിയർ ചെയ്യാം ഒന്നും കൂടെ. അക്രൂവൽ കൺസെപ്റ്റ് എന്താ, റിയലൈസേഷൻ കൺസെപ്റ്റ് എന്താ, അക്കൗണ്ടിങ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും അക്രൂവൽ കൺസെപ്റ്റ് എന്നത് കുറച്ചുകൂടി ബ്രോഡാണ്. അല്ലെങ്കിൽ ആദ്യമേ പറയാം അക്രൂവൽ കൺസെപ്റ്റും എന്താ പറയുക റിയലൈസേഷൻ കൺസെപ്റ്റും, ഈ രണ്ട് കൺസെപ്റ്റുകളും എന്താണ്, ദേ ആർ റിലേറ്റ് ബട്ട് നോട്ട് സെയിം. രണ്ട് ബന്ധമൊക്കെ ഉണ്ട്, പക്ഷെ രണ്ടും ഒന്നല്ല, അതൊരിക്കലും ഒന്നാവുന്നില്ല. കാരണം
റിയലൈസേഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റെക്കോർഡ് റവന്യൂ വെൻ ഇറ്റ് ഈസ് ഏൺഡ് ആണ്. എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ റെക്കോർഡ് ചെയ്യുക, എപ്പോഴാണ് ആ പേയ്മെൻറ്റ് കയ്യിൽ കിട്ടുന്നത് അപ്പോൾ റെക്കോർഡ് ചെയ്യുന്നതിനാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് എന്ന് പറയുക. അക്രൂവൽ കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ്, ഇൻകം മാത്രമല്ല, റെക്കോർഡ് ഇൻകം ആൻഡ് എക്സ്പെൻസ് വെൻ ദേ ആർ ഒക്യൂർ, അത് എപ്പോൾ സംഭവിക്കുന്നു അപ്പോൾ എഴുതി വെക്കുക. അതായത് നോട്ട് വെൻ ക്യാഷ് മൂവ്സ്, നോട്ട് വെൻ ക്യാഷ് റിസീവ്ഡ്, എപ്പോഴാണോ ക്യാഷ് കിട്ടിയത് എപ്പോഴാണ് ക്യാഷ് കൊടുത്തത് എന്നതിൻ്റെ ബേസിലല്ല. റെക്കോർഡ് ഇൻകം, റെക്കോർഡ് എക്സ്പെൻസ് വെൻ ദേ ആർ ഒക്യൂർ, എപ്പോഴാണ് ട്രാൻസാക്ഷൻ നടത്തിയത് അപ്പോൾ റെക്കോർഡ് ചെയ്യുക. അതാണ് അക്രൂവൽ കൺസെപ്റ്റ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അക്രൂവൽ കൺസെപ്റ്റും റിയലൈസേഷൻ കൺസെപ്റ്റും ഡിഫറൻസ് ആണ്. അത് രണ്ട് കോൺസെപ്റ്റാണ്. അതായത് റിയലൈസേഷൻ കോൺസെപ്റ്റിന് ഫോക്കസ് ചെയ്യുന്നതിനാണ് പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്, വെൻ പേയ്മെൻറ്റ് ഈസ് റിസീവ്ഡ്. ആ റിസീവ്ഡ് പേയ്മെൻറ്റിനെ മാത്രമാണ് റിയലൈസേഷൻ കോൺസെപ്റ്റ് നോക്കുന്നത്, എപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത് മാത്രമേ നോക്കുന്നുള്ളൂ. അക്രൂവൽ കൺസെപ്റ്റ് പ്രകാരം അത് ഫോക്കസ് ചെയ്യുന്നതിനാണ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഇൻക്വേർഡ്. വെൻ റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആർ ഇൻക്വേർഡ്, എപ്പോഴാണ് റവന്യൂ എക്സ്പെൻസ് സംഭവിക്കുന്നത്. അതായത് യഥാർത്ഥത്തിൽ ക്യാഷ് കിട്ടിയോ ഇല്ലേ എന്നല്ല, റവന്യൂ എക്സ്പെൻസ് ഇൻക്വയർ ചെയ്തോ ഇല്ലേ എന്ന് നോക്കുന്നുള്ളൂ. അപ്പോൾ റിയലൈസേഷൻ കോൺസെപ്റ്റും പിന്നെ അക്രൂവൽ കോൺസെപ്റ്റും രണ്ട് തന്നെയാണ്. ഇവിടുത്തെ ആൻസർ ആയതിനാൽ, അതായത് ദാറ്റ് ട്രാൻസാക്ഷൻ ആർ റെക്കോർഡ് ഇൻ ദ പീരിയഡ് ടു വിച്ച് ദേ ആർ റിലേറ്റീവ്, അത് റെക്കോർഡ് ചെയ്യുന്ന ഏത് പീരിയഡിലാണ് ആ പീരിയഡുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. അതാണ് ശരിക്കും എന്തിനാ ആൻസർ വരിക, അക്രൂവൽ കോൺസെപ്റ്റായിട്ട് വരിക. ഇവിടുത്തെ ആൻസർ എ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ UGC നെറ്റ് ഡിസംബർ 2017 ചോദിച്ചത്, വിച്ച് ഈസ് നോട്ട് എ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തത് എന്താണ്? അപ്പോൾ ആദ്യം നമുക്ക് ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് അറിയണമല്ലോ. എന്തൊക്കെയായിരുന്നു ഇൻറ്റേർണൽ ചെക്കിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമ്മൾ ക്ലാസ് പറഞ്ഞത്? അത് പ്രിവെൻറ്റീവ് ഫംഗ്ഷനാണ്, ഡിറ്റക്റ്റീവ് ഫംഗ്ഷനാണ്. എറർ ആൻഡ് ഫ്രോഡ് അറ്റ് സോഴ്സ് അല്ലേ, ആദ്യങ്ങളിൽ തന്നെ അത് പിടിക്കേണ്ടതുണ്ട്, കണ്ടെത്തേണ്ടതുണ്ട് എന്നാണ് ഇൻറ്റേർണൽ ചെക്കിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്. നോക്കാം, ഡിറ്റക്റ്റ് ഫ്രോഡ്, എൻഷ്യൂർ അക്യുറസി, റെഡ്യൂസ് വർക്ക് ലോഡ് ഓഫ് ഓഡിറ്റർ, ഫിക്സ് റെസ്പോൺസിബിലിറ്റി. ഇവിടുത്തെ ശരിയായ ആൻസർ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് ഇൻറ്റേർണൽ ചെക്ക് ഉള്ളതിനാൽ, നല്ലൊരു എഫക്റ്റീവായി ഇൻറ്റേർണൽ ചെക്ക് ഉള്ളതിനാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അത് വർഷാവസാനം നടക്കുന്ന ഓഡിറ്റ്, അല്ലെങ്കിൽ ഓഡിറ്റ് എപ്പോഴാണ് നടക്കുന്നത് അപ്പോഴത്തെ ഓഡിറ്റിൻ്റെ വർക്ക് ലോഡ് കുറക്കും. കാരണം ഓഡിറ്റ് എന്നത് ഒരു റിവ്യൂ ആണല്ലോ. അപ്പോൾ ഓൾറെഡി ഓർഗനൈസേഷനിൽ നല്ലൊരു ഇൻറ്റേർണൽ ചെക്ക് സിസ്റ്റം ഉള്ളതിനാൽ കാര്യങ്ങൾ ഓക്കെ ആണെന്ന് ഓഡിറ്റർക്ക് ഉറപ്പുവരുത്താനും അദ്ദേഹത്തിൻ്റെ ആ രീതിയിൽ ടെസ്റ്റ് ചെക്കിംഗ് എന്ന രീതിയിലൊക്കെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു എന്നത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ 15ാമത്തെ ക്വസ്റ്റ്യനാണ്. CA Inter 2017 മെയിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ദ റിസ്ക് ദാറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ വിൽ നോട്ട് പ്രിവെൻറ്റ് ഓർ ഡിറ്റക്റ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കാൾഡ്. മിസ്സ്റ്റേറ്റ്മെൻറ്റ്, ദ റിസ്ക് ദാറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ വിൽ നോട്ട് പ്രിവെൻറ്റ്. ഇൻറ്റേർണൽ കൺട്രോൾ, ഇത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനുമായി ബന്ധമാണ്. ഇൻറ്റേർണൽ കൺട്രോൾ വിൽ നോട്ട് പ്രിവെൻറ്റ് ഓർ ഡിറ്റക്റ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്, അതിനെന്താ പറയല്? ഇൻറ്റേർണൽ കൺട്രോളിന് ആ രീതിയിൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാൻ എപ്പോഴും സാധിക്കണമെന്നില്ല, ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കണമെന്നില്ല. അത് ഓൾട്ട് റിസ്ക് ആണോ, ഇൻഹറൻറ്റ് റിസ്ക് ആണോ, കൺട്രോൾ റിസ്ക് ആണോ, ഡിറ്റക്ഷൻ റിസ്ക് ആണോ? ഇവിടുത്തെ ശരിയായ ആൻസർ പറയുന്നതിന് മുമ്പ് ഓഡിറ്റുമായി ബന്ധപ്പെട്ട് ഒരു എന്താ പറയുക, ഓഡിറ്റ് റിസ്കിനൊരു മീനിങ് ഉണ്ട്. ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഇൻഹറൻറ്റൽ റിസ്ക്കും കൺട്രോൾ റിസ്ക്കും ഡിറ്റക്ഷൻ റിസ്ക്കും എല്ലാം കൂടിയതിനെയാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുക. ആ കൺസെപ്റ്റ് അറിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ കഴിയുള്ളൂ. ഇവിടുത്തെ ആൻസർ കൺട്രോൾ റിസ്ക്. ഓരോ റിസ്ക്കും എന്താണെന്ന് നോക്കാം നമുക്ക്. ഓഡിറ്റുമായി ബന്ധപ്പെട്ട ഒരു റിസ്ക് ഇൻഹറൻറ്റൽ റിസ്ക് ആണ്. ഇൻഹറൻറ്റൽ റിസ്ക് എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലി, അത് റിസ്ക് ഡ്യൂ ടു നാച്ചർ ഓഫ് ബിസിനസ്, നാച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അതങ്ങനെ ആ നാച്ചറുമായി ബന്ധപ്പെട്ട റിസ്ക് ആണ്. അത് നമുക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല, ട്രാക്ക് ചെയ്യാൻ പറ്റിക്കോളുണ്ടാവില്ല. അതേപോലെ കൺട്രോൾ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ദാറ്റ് കൺട്രോൾസ് ഫെയിൽ. നമുക്ക് എന്താ പറയുക, ഫെയിലിയറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ കൺട്രോൾ റിസ്ക് ആണ്. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ റിസ്ക്കാണ് കൺട്രോൾ റിസ്ക്. ഡിക്റ്റേഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ റിസ്ക് ദാറ്റ് ഓഡിറ്റേഴ്സ് പ്രൊസീജിയർ ഫെയിൽ ടു ഡിറ്റക്റ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്, ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആ റിസ്കിനാണ് ഡിറ്റക്ഷൻ റിസ്ക് എന്ന് പറഞ്ഞാൽ.
അപ്പോൾ ഈ 3 റിസ്കിനെയാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുക. നമ്മൾ ടോപ്പിക് സൂചിപ്പിച്ചില്ലെങ്കിൽ പോലും ഓഡിറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ അത് ഇൻഹറൻ്റ് റിസ്ക് ആണ്, കൺട്രോൾ റിസ്ക് ആണ്, ഡിക്റ്റേഷൻ റിസ്ക് ആണ്. അപ്പോൾ ഈ ഓപ്ഷനിലെ എല്ലാ ഓപ്ഷൻസും നമ്മൾ പറഞ്ഞു. ഓഡിറ്റ് റിസ്ക് എന്താ, ഇൻഹറൻ്റ് റിസ്ക് എന്താ, കൺട്രോൾ റിസ്ക് എന്താ, പിന്നെ ഡിക്റ്റേഷൻ റിസ്ക് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ദ റിസ്ക് ദാറ്റ് ഇൻറ്റേർണൽ കൺട്രോൾ വിൽ നോട്ട് പ്രിവെൻറ്റ് ഓർ ഡിറ്റക്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്കത് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല, അത് എന്താണ് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കില്ല. അത് തീർച്ചയായിട്ടും അതെന്തായിരിക്കും, കൺട്രോൾ റിസ്ക് ആയിരിക്കും. അത് ഓഡിറ്റ് റിസ്ക് അല്ല. ഓഡിറ്റ് റിസ്ക് നല്ല ഓഡിറ്റർ ഫെയിലിയർ ആണ്. പിന്നെ അല്ലെങ്കിൽ ഇൻഹറൻ്റൽ കൺട്രോൾ ഡിക്റ്റേഷൻ്റെ ടോട്ടലിനെയാണ് ഓഡിറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഇൻഹറൻ്റൽ എന്ന് പറയുമ്പോൾ നാച്ചുറലി അല്ലെങ്കിൽ ബിസിനസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട നാച്ചർ ഓഫ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട റിസ്ക് ആണ്. കൺട്രോൾ റിസ്ക് എന്ന് പറയുമ്പോൾ കൺട്രോൾ ഫെയിൽ ആവാണ്, കൺട്രോൾ അൺസർട്ടൻ ആവാണ്. ഡിക്റ്റേഷൻ റിസ്ക് എന്ന് പറയുമ്പോൾ എന്താ പറയുക, ദ റിസ്ക് ദാറ്റ് ഓഡിറ്റേഴ്സ് പ്രൊസീജിയേഴ്സ് ആർ ഫെയിൽ ടു ഡിറ്റക്റ്റ് മിസ്സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയത്. താങ്ക്സ് ഫോർ വാച്ചിങ്.